ഇത് UPSC 2023 ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്നത് ദ സോയിൽ ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ദ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ദ മോയ്സ്ചർ ഓഫ് ദി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കോസസ് ഡെഡ് ഓർഗാനിക് മാറ്റർ ഇൻ ദ സോയിൽ ടു ഡീകമ്പോസ് ക്വിക്ക്ലി. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ലോജിക്കലി സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കുക. ദ സോയിൽ ഇൻ ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. സോ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമ്മളിവിടെ കൊണ്ടുവരിക. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലെ പ്രത്യേകത എന്താണ്? ഡെയിലി മഴ ഉണ്ടാകും. ഡെയിലി ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകുന്ന ഏരിയയാണ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഏരിയ. 0° to 23.5° നോർത്തിലേക്കും 0° to 23.5° സൗത്തിലേക്കും. അപ്പോൾ ആ ഒരു ടോട്ടൽ പോർഷനാണ് ട്രോപ്പിക്കൽ ഏരിയ എന്ന് പറയുന്നത്. സോ ഇവിടെ ഡെയിലി മഴ ലഭിക്കുന്നു. ഡെയിലി മഴ ലഭിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഈ വെള്ളം മണ്ണിൽ വീണിട്ട് അതിലുള്ള ന്യൂട്രിയൻസ് എല്ലാം, ഇപ്പം മെഗ്നീഷ്യം അല്ലെങ്കിൽ സോഡിയം, പൊട്ടാസ്യം അങ്ങനെയുള്ള ന്യൂട്രിയൻസ് ഈ വാട്ടറിൽ ഡിസോൾവ് ആയി അങ്ങ് പോവുക ചെയ്യാറ്. സോ ഒന്നുകിൽ ഡിസോൾവ് ആയി ഒഴുകി പോകും, അല്ലാന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇത് പെനിട്രേറ്റ് ചെയ്യും. നമ്മളതിനെ ലീച്ചിങ് എന്നൊക്കെ പറയും. സോ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. അപ്പം മെയിൻലി എന്താ, ആ സോയിലിൽ ന്യൂട്രിയൻസ് കുറവായിരിക്കും, ഫെർട്ടിലിറ്റി കുറവായിരിക്കും. ഈ ഒരു ബേസിക് ഫാക്ട് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അത് റോങ് ആയിട്ടുള്ള ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ, അത് ഡി ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുക. ദി ഹൈ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചറൈസ് ഓഫ് ദി ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കോസ് ഡെഡ് ഓർഗാനിക് മാറ്റർ ഇൻ ദ സോയിൽ ടു ഡീകമ്പോസ് ക്വിക്ക്ലി. അത് ആക്ച്വലി ട്രൂ ആണ്. കാരണം ഈ ഹീറ്റ് കൂടുന്ന ഏരിയയിൽ, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയാണ് ട്രോപ്പിക്കൽ ഏരിയ. ഈ ഹീറ്റ് കൂടുമ്പോഴത്തേക്ക് ബാക്ടീരിയാസിനായാലും ഡീകമ്പോസേഴ്സിനായാലും ഒക്കെ അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റി കുറച്ച് ഹൈ ആയിരിക്കും. അപ്പോൾ ഈ ഡെഡ് ഓർഗാനിസംസ് എന്ത് ചെയ്യും? വേഗം ഇതിനെയൊക്കെ, അതായത് അവിടെ വീഴുന്ന ലീവ്സ്, അങ്ങനെ സ്റ്റെമ്മുകൾ, ഇതിനെയൊക്കെ വേഗം ഡീകമ്പോസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ട്രോപ്പിക്കൽ റീജിയനിലുള്ള ഈ ഒരു മൈക്രോ ഓർഗാനിസംസിനുണ്ട്. അതിൻ്റെ മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുന്നു, അത്രയേ ഉള്ളൂ.